ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. കട്ടൻ ചായ 142 അധ്യായത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ നൽകുന്ന സഹായ സഹകരണത്തിന് ഞാൻ നന്ദി പറയുന്നു. സബ്സ്ക്രൈബേഴ്സ് 3154 പേരായി. അതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഓൾ സബ്സ്ക്രൈബേഴ്സ് ആർ വെൽക്കംഡ് ടു ദിസ് പ്രോഗ്രാം. Let us make a cup of black tea. For that we need the following ingredients: ഇഞ്ചി, കറുവാപ്പട്ട, ഏലക്ക, തേയില, മധുരം, വെള്ളം. സ്റ്റാർട്ട്. ടീക്ക് വുഡ് പെക്കർ നൽകിയ കട്ടിംഗ് ബോർഡിൽ നമ്മൾ സാധനങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നു. അത് മൊത്തത്തിൽ ആദ്യമൊന്ന് കാണുന്നു. അതിനുശേഷം അതിനെ വിശദമായി കാണിക്കുന്നു. ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് ഇഞ്ചിയാണ്. ഇഞ്ചി അരിഞ്ഞ് ആ ചെറിയ പാത്രത്തിലിട്ട് വെച്ചിരിക്കുന്നു. ഇത് കറുവാപ്പട്ട മുഴുവനായിട്ടുള്ളതാണ്. ഇത് ഏലക്ക. ഇത് അങ്ങനെ തന്നെ ഇടില്ല, ഇത് കാണിക്കാനായിട്ട് വെച്ചിരിക്കുന്നതാണ്. കറുവാപ്പട്ടയും ഏലക്കയും കൂടെ അരിഞ്ഞ് ഒന്നിച്ച് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇത് തേയില, ലിപ്റ്റൺ കമ്പനിയുടെ ഡാർജിലിംഗ് ബ്രാൻഡ് ലോങ് ലീഫ് ടീ. നെക്സ്റ്റ് ഐറ്റം ഷുഗർ ഫ്രീ സ്വീറ്റ്നർ. അതിൻ്റെ മഞ്ഞ സ്പൂണിൽ ഒരു പാത്രം മധുരം, ഒരു സ്പൂൺ പഞ്ചസാരയ്ക്ക് തുല്യമായ മധുരമാണ്. ഈ കപ്പിലാണ് നമ്മൾ ചായ കുടിക്കുന്നത്. ഈ പാത്രത്തിലാണ് ചായ ഇന്ന് തിളപ്പിക്കുന്നത്. ഇതിൻ്റെ ഫിൽറ്ററിങ് യൂണിറ്റാണ്. ഇത് വെള്ളം, 2 ഗ്ലാസ് വെള്ളമുണ്ട്. അതൊരു വലിയ ഗ്ലാസ്സാണ്. ഇത് നമ്മുടെ ഹീറ്റർ, ഇൻഡക്ഷൻ കുക്കറാണ്. അതിലേക്ക് നമ്മൾ പാത്രം എടുത്ത് വെച്ചു. പാത്രം എടുത്ത് വെച്ചതിന് ശേഷം വെള്ളം ഒഴിച്ചു. 2 ഗ്ലാസ് വെള്ളമുണ്ട്. അതിനുശേഷം നമ്മൾ ഹീറ്റർ ഓൺ ചെയ്തു. ഹീറ്റർ ഓൺ ചെയ്തപ്പം 60 എന്ന് പറയുന്ന ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ട്. അത് 58 ആകുന്നവരെ നമുക്ക് ഇത് വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോഴാണ് ഈ വെള്ളം തിളച്ച് വരുന്നത്. 2 മിനിറ്റാണ് സമയം. ആദ്യം നമ്മൾ ഇഞ്ചി ഇടുന്നു. ഇഞ്ചി ഇട്ടതിന് ശേഷം കറുവാപ്പട്ടയും ഏലക്കായും കൂടെ അരിഞ്ഞു വെച്ചതിൻ്റെ ആ മിശ്രിതം അത് ഇടും. ഇനി നമ്മൾ അത് 2 മിനിറ്റ് നേരം തിളപ്പിക്കും. അപ്പോൾ 2 മിനിറ്റ് നേരത്തേക്ക് എനിക്ക് നിങ്ങളോട് പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. എൻ്റെ സബ്സ്ക്രിപ്ഷൻ ആർക്കെങ്കിലും വേണം എന്നുണ്ടോ എങ്കിൽ എൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഒരു ഇമോജി ഇട്ടേക്കുക. പിന്നെ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് ഞാൻ അറിയുമ്പോൾ ആ വ്യക്തിയുടെ വീഡിയോയിൽ പോയി കണ്ടിട്ട് അവർക്കൊരു ലൈക്കും കൊടുത്തൊരു കമൻറ്റും കൊടുത്ത് അവർ സബ്സ്ക്രൈബും ചെയ്യും. അത് ഇങ്ങോട്ട് തന്നാൽ അങ്ങോട്ടും ഉണ്ട് എന്നുള്ള പ്രിൻസിപ്പിൾ അനുസരിച്ചാണ്. ഗീവ് ആൻഡ് ടേക്ക് പോളിസി. ഇനി നമുക്ക് പറയാനുള്ളത്, ഈ പ്രോഗ്രാം ഞാൻ ഡെയിലി റിപ്പീറ്റ് ചെയ്യുന്നത് ഒന്ന് പ്രാക്ടീസാണ്. കാരണം പിന്നെ രണ്ടാമത് കൺസിസ്റ്റൻസിയാണ്. അപ്പം ഒരു വ്യക്തിക്ക് ഈ ഫീൽഡിൽ, അതായത് യൂട്യൂബിൻ്റെ ഫീൽഡിൽ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നിരന്തരമായിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കണം. അതിനാണ് കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യുക എന്ന് പറയുന്നത്. കൺസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ വീഡിയോ തന്നെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും റിപ്പീറ്റ് ചെയ്താൽ പോരാ. അത് വീഡിയോയും ഫ്രഷ് ആയിരിക്കണം, അതിൻ്റെ കണ്ടൻറ്റും ഫ്രഷ് ആയിരിക്കണം, എല്ലാം. പക്ഷേ ഇവിടെ ഞാൻ ഒരു കണ്ടൻറ്റിൽ തന്നെ പല വീഡിയോകൾ ഒക്കെ. നമ്മുടെ വെള്ളം തിളച്ചു, അത് സ്വിച്ച് ഓഫ് ചെയ്യുന്നു. സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ തിള നിന്നു. അതിലേക്ക് ലിപ്റ്റൺ കമ്പനിയുടെ ഡാർജിലിംഗ് ബ്രാൻഡ് ചായ ഇടുന്നു. തിളപ്പിച്ച വെള്ളത്തിലേക്ക് ഈ ഇല ഇട്ടിട്ട് കുറച്ച് നേരം അത് അങ്ങനെ വെച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ നിയമം. അപ്പോൾ നമ്മൾ 5 മിനിറ്റ് സമയം വെച്ചുകൊണ്ടിരുന്നു. 5 മിനിറ്റ് വെച്ചുകൊണ്ടിരുന്നതിന് ശേഷമാണ് ഇതെടുത്ത് നല്ല കളർ ഡാർക്ക് കളർ വന്നിട്ടുണ്ട്. ഇനി അത് ഫിൽറ്റർ ചെയ്യണം. ഫിൽറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ ഫിൽറ്ററിങ് യൂണിറ്റ് സിസ്റ്റം അതിലേക്ക്, അതായത് അരിപ്പ എടുത്ത് മഗ്ഗിനത് പുറത്ത് വെച്ചു. എന്നിട്ട് അരിപ്പയിലൂടെ ചായ അങ്ങോട്ട് ഒഴിക്കും. അതിന് മുമ്പ് നമ്മൾ സ്വീറ്റ്നർ 2 സ്പൂൺ വേണം. അത് ഹാഫായിട്ട് നിറയുന്നതുകൊണ്ട് 3 ഞാൻ എടുക്കുന്നുണ്ട്. കാരണം അപ്പോൾ അത് സഹായി ഇന്ന് ഉറങ്ങിക്കിടക്കുകയാണ്. അപ്പം ഞാൻ എൻ്റെ സിംഗിൾ ഹാൻഡഡാണ്. അപ്പം ഒരു കൈയിൽ ക്യാമറ, ഒരു കൈ കൊണ്ട് വർക്ക്. അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പണിയാണ്.
എനിവേ നമ്മളത് അതിനകത്തേക്ക് പഞ്ചസാരയുടെ അല്ല മധുരം ഇട്ടു, പഞ്ചസാര രഹിത മധുരം ഇട്ടു, ചായയുടെ തേയില തിളപ്പിച്ച വെള്ളം അത് നമ്മൾ അതിലേക്ക് ഒഴിച്ചു. അത് ഒന്ന് ഇളക്കണം. ഇനി അരിപ്പ മാറ്റിയതിന് ശേഷം ഇളക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നന്നായിട്ട് ഇളക്കി. ഇനി അതിനെ നമ്മൾ കപ്പിലേക്ക് ഒഴിക്കണം. കപ്പിലേക്ക് ഒഴിക്കുന്നതിന് വേണ്ടിയിട്ട് അതെടുത്ത് കപ്പിലേക്ക് ഒഴിക്കുക. അത്രയേ ഉള്ളൂ, സിമ്പിൾ കാര്യമാണ്. അപ്പോൾ താഴെ പോകാതെ ശ്രദ്ധിച്ചാണ് ഇത് ചെയ്യുന്നത്. ഇനി ഇത് ഇവിടെ നിന്നെടുത്ത് കൊണ്ടുപോയി പ്രാർത്ഥിക്കുന്നതിനുള്ള മേശപ്പുറത്ത് കൊണ്ട് വയ്ക്കണം. അപ്പോൾ ഇവിടെ നിന്ന് എടുത്തു, അതവിടെ കൊണ്ട് വെച്ചു. ഇനി നമ്മൾ വളരെ ആദരവോടുകൂടി, ആദരവെന്ന് പറഞ്ഞാൽ വളരെ റെസ്പെക്റ്റ്, വിത്ത് ഡ്യൂ റെസ്പെക്റ്റ്, ബൈബിൾ എടുത്തുകൊണ്ട് വന്നു. ബൈബിൾ നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ട്, വചനം വായിക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ ബൈബിൾ കൊണ്ടുവച്ചു. ഇനി ഈ ബൈബിളിൽ നമുക്ക് വചനം തരുന്നത് ഫാദർ മാത്യു വയലാമണ്ണിൽ അച്ഛൻ്റെ ഡെയിലി ബ്ലെസ്സിങ് എന്ന് പറയുന്ന പ്രോഗ്രാമാണ്. അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ജൂലൈ 1 ആണ്. അതായത് ഡേറ്റ് അനുസരിച്ച് ജൂലൈ 1 പ്രോഗ്രാമാണ്. ഇത് ഞാൻ ജൂലൈ 1 ചെയ്യേണ്ട പ്രോഗ്രാമായിരുന്നു. ഓരോരോ കാരണം കൊണ്ട് ലേറ്റായിപ്പോയതാണ്. ഇന്നത്തെ വചനം 2 ദിനവൃത്താന്തത്തിലാണ്, 27-ാമത്തെ അധ്യായത്തിലാണ്. അത് ഞാൻ വായിക്കാം. 2 ദിനവൃത്താന്തം 27-ാം അധ്യായം 1, 2, 6, 8 വചനങ്ങൾ. രാജാവാകുമ്പോൾ യോഥാമിന് 25 വയസ്സായിരുന്നു. അവൻ ജെറുസലേമിൽ 16 വർഷം ഭരിച്ചു. സദോക്കിൻ്റെ മകളായ യെരൂഷ ആയിരുന്നു അവൻ്റെ അമ്മ. പിതാവായ ഉസിയായെപ്പോലെ അവനും കർത്താവിൻ്റെ മുമ്പിൽ നീതി പ്രവർത്തിച്ചു. പിതാവ് ചെയ്തതുപോലെ അവൻ കർത്താവിൻ്റെ ആലയത്തിൽ അനധികൃതമായി പ്രവേശിച്ചില്ല. ജനം ദുരാചാരങ്ങൾ തുടർന്നു പോന്നു. കർത്താവിൻ്റെ ഇഷ്ടമനുസരിച്ച് തൻ്റെ ജീവിതം ക്രമപ്പെടുത്തിയതിനാൽ ഏദോം പ്രബലനായി. 25-ാം വയസ്സിൽ ഭരണം ആരംഭിച്ച ഏദോം ജെറുസലേമിൽ 16 വർഷം ഭരിച്ചു. ഈ വചനം ഇവിടെ തീർന്നു. കർത്താവെ, ഈ വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രോഗ്രാം കണ്ട എല്ലാവരോടും നന്ദി പറയുന്നു. നാളെ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ. ആൻഡ് ദിസ് ഈസ് ദ എൻഡ് ഓഫ് ദിസ് പ്രോഗ്രാം. ശുഭം. ഗുഡ് ലക്ക്.